സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകയില അർബുദത്തിന് കാരണമാകുന്നു. എടി ഇത് പ്ലാൻ ചെയ്ത് കയറിയാണ് ഓപ്പറേഷൻ സിജ. രമ്യനെ ഞാൻ എങ്ങനെയെങ്കിലും സോപ്പിട്ടിട്ട് ഒരു 4:30 വരെ ഡിലേ ആക്കിപ്പിക്കും. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ അവർ 3 മാത്രം. ചിലപ്പോൾ ബസ് കയറാൻ വന്ന ഒരു അച്ചാച്ചനോ അമ്മാമ്മയോ അങ്ങനെ ആരും ഉണ്ടാവില്ല. ബസ് വരുന്നതുകൊണ്ടോ ആ ടൈം ഞാൻ പോയിട്ട് കണ്ണു മൂട്ടിയിട്ട് ഇഷ്ടമാന്ന് പറയും. എൻ്റെ ബോധം പോകുന്നതിന് മുമ്പേ ആ ഒരു ബസ് കയറി പോകും. റിപ്ലൈ പിന്നെ അടുത്ത ദിവസം മേടിച്ചാൽ മതിയല്ലോ. എങ്ങനെയുണ്ട് പ്ലാൻ? ഇനിയിപ്പോ കരഞ്ഞാ മതിയല്ലോ, നാണമില്ലാത്തവൻ. അയാളെ വിടുത്ത ഞാൻ പോയാലേ ശരിയാവുള്ളൂ, വേറെ ആരും പോകണ്ട. എന്തൊരു ബഹളമായിരുന്നു. ഇപ്പൊ എന്തായടാ? അയാളെയും വീഴ്ത്തി, വഴിയെ പോയവരെയും വീഴ്ത്തി, നീയും വീണ് വയറും കയറിയപ്പോ സമാധാനമായല്ലോ. സുജ ഫോൺ എടുക്കണോ? എടാ നമ്പു എവിടെയില്ലേ? സുബ്രുണ്ടാ? എടാ ഒന്നൊരു കാര്യം ചെയ്യും, ഏടി പോലെ അവിടെ തന്നെ നിൽക്ക്. അർജന്റായിട്ട് ഒരു കാര്യം പറയാം. എടി പോലെ അയാൾ കമ്മിങ്. എടാ സമീർ ഖാന്റെ കല്യാണത്തിന് പോണ്ടേ? ആ ശരിയാന്നല്ല. അങ്ങനെയാണെങ്കിൽ നെയ്ച്ചോറും ചിക്കനും കൂടി ഒരു പിടി പിടിക്കാം. വെജിറ്റബിൾ എന്തെങ്കിലും ഉണ്ടായിരിക്കും അല്ലേ? ആ ഒന്നും സീനടാ, നീ ചാറ് കൂട്ടി കഴിച്ചാൽ മതി. അഥവാ വല്ല കഷ്ണാമറ്റം കുടുങ്ങിപ്പോയാ സോയാബീൻ്റെ കഷ്ണം വിചാരിച്ചാൽ നീ അങ്ങ് പുതുങ്ങിക്കോ. ഉണ്ടേ അയ്യട്ടാ, എത്തിക്സ് കിട്ടില്ല പരിപാടിക്കൊന്നും ഈ സുഭാഷ് മോനെ കിട്ടൂല മോനെ. എടക്കേപ്രം മടത്ത് സുഭാഷ് നമ്പൂതിരി. കോൾ മീ EMS. കഴിഞ്ഞ ആഴ്ച രായട്ടനെ പിടിന്ന് പപ്സലേമും കൂച്ചുമ്പോ പപ്സിലെ മുട്ട വെജിറ്റബിൾ ആണെന്നും പറഞ്ഞ് അന്റെ പപ്സിലെ മുട്ട കൂടി എടുത്തു കഴിച്ചവനാണ് നീ. നീ തപ്പുന്നു. ₹1 വീണ് കിട്ടിയെന്ന് വെച്ചേ. ഏച്ചി സമീർക്കൊക്കെ നമ്മളെ കാട്ടിയും ഒരു 2-3 വയസ്സേ കൂടുതലുള്ളൂ. പ്രായമായി തുടങ്ങി സുബ്ബു. എടാ കല്യാണം കഴിഞ്ഞിട്ട് അവർ സിംഗപ്പൂരാവിലും പോന്ന്. വേഗം ഒരു പാസ്പോർട്ട് എടുത്ത് വെക്കണം. ആരിക്ക് നിനക്കാ? ചൂട്ടാട് ബീച്ചിൽ പോകാൻ എന്തിനാടാ പാസ്പോർട്ട്? നിന്റെ ഉറപ്പ് കിട്ടിയാ? അപ്പൊ പോവാൻ കഴിയില്ല. നമ്മളെ കൂട്ടത്തിൽ ഈ നാറിയായിരിക്കും ആദ്യം കെട്ടുവോ നടക്കൂ. എടാ മറ്റേ വൈശാഖില്ലേ, മറ്റേ വൈശാലി പാടൂലേ, അയിലത്തിന്റെ അടിയുടെ പേരെന്നാ? അതെന്തിനിപ്പം ആവശ്യമുണ്ട്. നീ കഴിഞ്ഞ പേര് പറ. അതറിയില്ല, ഗൂഗിളൊക്കെ പോരെ. ആ നോക്ക്, അനക്കനേറ്റില്ല. സുബർണ ആനന്ദ്. മോനെ മുത്ത്. ഇതാണോ? ആ ഇതന്നെ. എന്നാ സംഭവം അത് പറ. എടാ ഇവളെ കാണാൻ ഓളെപ്പോലെയാണെടാ. അത് ശരി. അപ്പൊ ഇതാണ് പുന്നാരമോന്റെ അർജന്റ് മാറ്റർ. ഞാൻ വിചാരിച്ചു നീ എന്തെങ്കിലും അഡ്രസ്സ് തപ്പിപ്പിടിച്ച് വന്നായിരിക്കും. അതെ, ഞാൻ ഏറ്റിനി. അതല്ലെങ്കിൽ നമ്മളൊരു കാര്യമായിട്ട് ഏറ്റതല്ലേ. അതാണ് മോനെ EMS നമ്പൂതിരി. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് വെച്ചാൽ ആദ്യം തല്ലിക്കൊള്ളണം, ഓരോരോ മെനക്കേട്. അതല്ല എന്നാലും ഫസ്റ്റത്തെ കാഴ്ച തന്നെ ഓളെ പേരെങ്ങനെ എനിക്കിട്ടെ, അതാ എനക്ക് മനസ്സിലാവാത്ത. എടാ അതെന്നാന്ന് വെച്ചാൽ നമ്മളെ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ ചെറുകുന്ന് ബസ് ഇപ്പുറത്ത് ഞാനൊരു കരിമ്പ് ജ്യൂസും കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായി. അന്നേരം സ്റ്റാൻഡിലേക്ക് വന്ന മോറാജനകി ബസ്സിൽ നിന്ന് 3 പെമ്പിള്ളേർ പുറത്തേക്ക് ഇറങ്ങി.
ഫിറ്റ്നസ് തീരാനായ ബസ്സിൻ്റെ കരിപിടിച്ച പുകേൻ്റെ ഇടയിൽ കൂടെ പുറത്തേക്ക് വരുമ്പോൾ കർച്ചീഫ് കൊണ്ട് മറച്ചോളം മുഖാന്ന് ഞാൻ ആദ്യമായിട്ട് കാണുന്നു. എന്നിട്ട് കർച്ചീഫ് മാറ്റി. അപ്പം തന്നെ എൻ്റെ കിളി പോയത്. അന്നേരം ഓളെ കൂടി ഉണ്ടായ പെണ്ണ് ഓളെ പേര് വിളിച്ചേ. എണ സുജേ, എന്റെ ബസ്സിന്റെ വയസ്സാണേ. സുജേന്ന്. എടാ എനക്കോളെ കാണാൻ തോന്നടാകുമ്പോ നീ ഒന്ന് അടങ്ങ്. ഞാൻ എങ്ങനെയെങ്കിലും ഓളെ ഡീറ്റെയിൽസ് കൊണ്ടുതരാം. അതുവരെ ഒന്ന് ക്ഷമിക്ക്. നീ അവളെ കളിപ്പുറമെന്ന് കണ്ടിന്നല്ലോ പറഞ്ഞേ. ആ ഒരു വഴിയുണ്ട്, പക്ഷെ കാണാൻ പറ്റുന്ന ഉറപ്പൊന്നുമില്ല. അതെന്ത് വഴി? തൃച്ചംബരം അമ്പലത്തിലെ ഉത്സവം. നമുക്ക് പറ്റുന്ന റൗണ്ട് അടിച്ചിട്ട് വരാം. ആ അത് ശരിയാ, അവിടെ വരാൻ ചാൻസ് ഉണ്ട്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പോയിട്ട് വാ. അനക്കൊരു പൂജയുണ്ട്, വരാൻ പറ്റും തോന്നില്ല. നീ കുറെ നേടുന്നുണ്ടല്ലോ. ഏറെക്കുറെ. അതൊന്നും സാരൂലടാകുമ്പോ. പൂജ ആർക്ക് വേണ്ടിയിട്ടാലും കുഴപ്പമില്ല. പക്ഷെ നീ ഇന്ന് എനക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം. എടാ മോനെ റിസ്റ്റ് ശൃംഗ, നിന്റെ വൈശാഖിനെ നിനക്ക് തന്നെ കിട്ടും. എടാ സുബ്രു, നമ്പർ സുജയുടെ ഡീറ്റെയിൽസ് എപ്പാൻ പോയിട്ടേ ആകെ ടെൻഷനാവുന്നടാ. ടെൻഷനാ നിനക്കാ? എന്ത് കാര്യത്തിന്? ഈ പട്ടും പഞ്ചായത്തിലെ ഭൂരിഭാഗം പെൺകുട്ടികളെയും ബാക്കിൽ ഇടന്നവനാ നീ. നിനക്ക് ടെൻഷനാ? എന്റെ സുബ്രു അതേപോലെയാണ് ഇത്. അതിലും വെറും വായി നോട്ടം. പക്ഷെ ഇത് ശരിക്കും പ്രേമാന്ന്. മതിയാ. ഇന്നലെ എന്നെ ഓളാ തൃച്ചംബരം അമ്പലത്തില് ആ സാരിയിൽ ഇട്ടിട്ട് വിളക്കിന്റെ മുമ്പിൽ തോന്നുന്നുണ്ടില്ലേ. എന്റെ സുബ്രു എന്തൊരു ഐശ്വര്യാന്നടാ. അതുപോലെ ഐശ്വര്യമുള്ളൊരു മുഖം ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ. ആ എന്താടാ പഞ്ചറാ? അല്ലല്ല, ഞാൻ ഈ ഹൈവേസിൽ മാത്രമേ സൈക്കിൾ എടുക്കൂ. നമ്മളെ പാട്ടാണ്. ഒരു കാര്യം, എങ്ങോട്ടാ പോകുന്നു? ഹിന്ദി ട്യൂഷൻ വരുന്നാ? സൂപ്പറാണ്, വാ. ട്യൂഷൻ നമ്മളൊന്നുമില്ല. ഹിന്ദി ട്യൂഷനാ? തീരെ താല്പര്യം ഉണ്ടായിട്ടല്ല. ഡാഡി പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് എടുക്കുന്നുണ്ട് ടൗണിൽ. പണിയെല്ലാം നോക്കി അടുത്ത എന്നെയാന്ന് ഏൽപ്പിച്ചിനെ. സൈറ്റിലാണെങ്കിൽ കംപ്ലീറ്റ് ബംഗാളികൾ. അവന്മാരെ മേസ്ത്രി ഒരുത്തനുണ്ട്, ചോട്ടാബാബു. 10-12 കൊല്ലമായിട്ട് ഇവിടെ പണിയെടുക്കുന്നതാണ്. പോരാത്തതിന് ഇവിടെ ഒരു ട്യൂഷൻ സെൻറ്റർ നടത്തുന്നുണ്ട് നാട്ടുമ്പുറത്തെ പിള്ളേർക്കെല്ലാം വേണ്ടിയിട്ട്. ചെറുവാക്കിലാണ്.
ബംഗാളി ട്യൂഷൻ സെന്റർ. അപ്പൊ അങ്ങോട്ട് പോവാന്ന് വെച്ചിട്ടാ വരുന്നാ. നമ്മളൊന്നുമില്ല. നമ്മളില്ല. ഓക്കെ ആ, വണ്ടി ഇട്ടോ, വണ്ടി ഇട്ടോ. ഒന്നും കൂടെ നിർബന്ധത്തിന് തെണ്ടികൾ വന്നേനെ. എന്തായാലും സുബ്രു ബാക്കിലാക്കിയിട്ട് ഇല്ല ക്ലാസ്സിന് പോകുമ്പോൾ ശ്വാസം മുട്ടലാണ്. അന്നേരം അവൻ്റെ ഒലക്കാമല ഒരു ഹിന്ദി ട്യൂഷൻ. ഏടാ മാർക്കിന് ആർത്തിയിലും മണ്ടന്മാരെല്ലാം ട്യൂഷന് പോകുന്നത്. നമുക്കെന്റെ ആവശ്യമുണ്ടാ? നമുക്കതിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി നീ പോലെ ഞാൻ പോകില്ല കേട്ടോ. അടി നമ്പു കൊടുത്തു. എടാ നമ്പു എന്താടാ കിട്ടിയടാ, കിട്ടി. ബാ കിട്ടി. സുജയന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടി. എടാ ഡീറ്റെയിൽസ് ബാക്കിലാ. എന്റെ സുബ്രു അത് വിട്, നീ ബാക്കി പറ. സുജ എന്ത് കാര്യം പറയടാ. കൂവോട് വായനശാലന്റെ ബാക്കിലത്തെ 4ാമത്തെ വീട്. കോഫി ഹൗസിലെ മാനേജർ സുമേഷാന്റെയും അംഗൻവാടി ടീച്ചർ ജലജേച്ചിന്റെയും ഏക മകൻ. +2 പഠിക്കും. രാവിലെ സുമേഷാട്ടൻ സ്കൂട്ടറിൽ കൊണ്ടാക്കും. വൈകുന്നേരം അശ്വിൻ ബസ്സിന് തിരിച്ചു വരും. ഡെയിലി അമ്പലത്തിൽ പോകും. പക്ഷെ വല്യമ്മ കൂടി ഉണ്ടാവും. ഫേസ്ബുക്ക് ഒന്നുമില്ല. വാട്സപ്പ് അമ്മേന്റെ നമ്പറാണ്. ഗുഡ് മോർണിംഗ്. അമ്മേ, നിങ്ങളെ കുടുംബത്തിലെ സാധനങ്ങളൊന്നും എന്റെ പിള്ളേർക്കൊന്നും അയക്കല്ലേ. പിന്നെയുള്ള ഇൻസ്റ്റാഗ്രാമാണ്. അതോളെ സ്വന്തം. എടാ എന്നാ ഇടി വരാ. സുജ_angel. അണ്ടർസ്കോറാ? അടിയിലത്തി വരിയില്ലടാ. ഓ അത്. മൊത്തത്തിൽ 13 വരെ ഫോളോ ചെയ്യുന്നു. ആ 1291 ഫോളോവേഴ്സാന്ന് തോന്നുന്നു. 5 പോസ്റ്റ്, ഒരു പൂച്ച, പിന്നെ ഒരു പട്ടി, പിന്നെ ഒരു ചെമ്പരത്തി, നയൻതാര. ഒറ്റ ഒന്ന് പ്രിപ്പയർ. ഷാരൂഖ് ഖാനാ? പക്ഷെ അതൊന്നല്ല പ്രശ്നം. പിന്നെ ആരാ പ്രശ്നം? ഓക്കൊരു മുറച്ചെറുക്കനുണ്ട്. ഒരു അഡാറ് ഗ്ലാമർ ഐറ്റം. ഒരു മിനിറ്റ്. ഇതൊക്കെ ഈ 2 ഒന്നിനെ സെലക്ട് ചെയ്യാൻ പറ. നീ സെലക്ട് ചെയ്യാം. ഒന്ന് പോയടാ. ഉള്ളതാ പറയുന്നു. ജനിക്കോ വൃത്തിക്ക് ജനിക്കണം. ഓൻ ഗന്ധർവ്. ഞാൻ കണ്ടൊന്നല്ല. ഓന്റെ പേര് ഗന്ധർവ് PP. നാഷണൽ കോളേജിലാണ് പഠിക്കുന്നത്. അതെയാ? നാഷണൽ കോളേജിലാണ് പഠിക്കുന്നത്. ഞാൻ അറിഞ്ഞിടത്തോളം ആടത്തെ പെമ്പിളർക്കെല്ലാം ഓൻ്റെ മേലൊരു കണ്ണുണ്ട്. എടാ എനിക്ക് വിഷമമില്ല. ഞാൻ ഒരു കാര്യം പറയാം. എടി ഞാൻ കണ്ടിരുന്ന സിനിമയില്ലേ, അതിലും നിന്റെ വൈശാലിയില്ലേ, ഓളെ നായിക. നീ ടെൻഷൻ അടിക്കണ്ടടാ. ഓന് കോളേജിലത്തെ ലൈൻ ഉണ്ടാവും. നമുക്ക് വിശദമായിട്ടൊന്ന് അന്വേഷിക്കാം. എടാ അതെല്ലാം പോട്ടെ. ഓളപ്പേര് അടുത്തിടപഴകാൻ എന്താ വഴിയുണ്ട്? അത് പറഞ്ഞപ്പോഴാണ് നമ്മളെ ബംഗാളി ട്യൂഷൻ സെൻ്ററില്ലേ, അവളവിടെ ഹിന്ദി ട്യൂഷന് പോകുന്നത് കേട്ടു. ശനിയും ഞായറും. പക്ഷെ വീക്കെൻഡ്സിൽ നമ്മൾ ബിസിയല്ലേ, അതുകൊണ്ട് അത് നോക്കണം. എന്നടക്കാണ്ട് നമ്മള് പോവും. ഹിന്ദിയൊക്കെ ഹിന്ദി, ട്യൂഷനൊക്കെ ട്യൂഷൻ. നമ്മളാ അയ്യാ പൊന്നുമോനെ ഒറ്റക്കങ്ങ് ഉണ്ടാക്കിയാൽ മതി. അല്ലടാ സുബ്രു? സുബ്രു നിങ്ങളെല്ലാം എന്ത് സുഹൃത്തുക്കളാടാ. നോ ചാൻസ്, നോ വേ. അടി ഇതൊന്നും ഇത്തിരി സമയത്ത് ആരും തരാത്തെ. പിന്നെ 4 മണിന്റെ ട്യൂഷന് 3:30 വന്ന് ഇവിടെ പെറ്റ് കിടന്ന് ആരുണ്ടാവാനാ? അതന്നെയാണ്. എടാ സുജി ആയിരിക്കുവാ? ആയിരിക്കുമല്ലേ? पैन पिടിച്ച് കളിക്കുന്നേ. मेरे क्लास में कोई जल्दी नहीं आएगा और बाद में नहीं आएगा. करेक्ट टाइम में भरनम. चुआ चुआ ഞാൻ ഈ ട്യൂഷൻ സെന്റർ തുടങ്ങിയത് ക്യൂ മാലൂമേ അറിയാ? നിങ്ങൾ ബച്ചലോ അച്ഛേ പഠിക്കല് അല്ലാണ്ട് തെക്ക് ബക്ക് നടന്ന് തോറ്റ് നമ്മുടെ കഞ്ഞിയിൽ പാറ്റ മടാലിനേക്കാ. समझा? समझाड़ा? नहीं समझाड़ा? मैं जाके चाय पी के दो. ठीक है? हाँ. ए बाबू चाय पीना है तो आजा.
മക്കളെ നല്ലോണം പഠിക്കണേ, നമ്മളെ പണികളല്ലേ. ഭയ്യാ വെറുതെ ഭയ്യാ. നല്ല ബെസ്റ്റ് സ്ഥലത്താ വന്ന് വിട്ടേ. അത് ശരിയാ. എടാ ഓളെ എസ് പറയുന്നവരെ നമുക്ക് ഹിന്ദി ട്യൂഷൻ വേണ്ടു. അത് കഴിഞ്ഞിട്ട് നീ മൊത്തം പരിപാടി നിർത്തിക്കും. ഓ അപ്പഴത്തേക്ക് നമ്മളെ ഹിന്ദി മുൻഷിയാവും. നീ പേടിക്കണ്ടടാ, ധൈര്യമായിട്ട് നോക്കോ. നിനക്ക് വേണ്ടി ഹിന്ദി അല്ല സംസ്കൃതം പഠിക്കാൻ വരെ ഞാൻ തയ്യാറാണ്. സംസ്കൃതം വേണ്ടെന്ന് ഓ അതല്ലേ हमने तुमको देखा, तुमने हमको देखा ऐसे. ഗുഡ് മോർണിംഗ് ആ മാഷേ. നമസ്തേ നമസ്തേ. हमने तुमको देखा, तुमने हमको देखा ऐसे. अरे हमने तुमको देखा, तुमने हमको देखा ऐसे. हम तुम सनम सातों जन्म मिलते रहे हो जैसे. हमने तुमको देखा, तुमने हमको देखा ऐसे. हम तुम सनम सातों जन्म मिलते रहे हो जैसे. പോയി പറയടാ. പറയടാ അടിപ്പാ ഇപ്പം പറ്റൂല. പിന്നെ ഇപ്പൊ അല്ലാടപ്പാന്ന്. ആ നോക്കിട്ട് ചെയ്യാം. ഇതേതാ പുതിയ ടീം? അതിലൊരു ഞങ്ങൾക്ക് അറിയാണേ. അമ്മമ്മേന്റെ പേര് അമ്പലത്തിൽ പോകുമ്പോ കാണലുണ്ട്. ശാന്തിക്കാനാന്ന് തോന്നുന്നു. എടി നാറിന്നൊരു മൈൻഡിലൊക്കെ കണ്ടിട്ട് മോൻ്റെ ഒരു മുടിയും കണ്ണാടി. നമസ്തേ, നമസ്തേ, സാർ. अरे क्लास में कौन ग्लास पहन के रखा भाई? पागल है क्या? പിന്നെ പകലല്ലാണ്ട് രാത്രി സൺഗ്ലാസ് വെക്കാൻ പറ്റുമോ സാറേ? എന്താ പറയും? पागल साला. बच्चे आज हम दोहे पढ़ेंगे. കബീർദാസിന്റെ ആയിരിക്കല്ലോ സാറേ. शाबाश बेटा. വീട്ടിൽ നിന്ന് പഠിച്ചോണ്ട് ഷൈൻ ചെയ്ത് നടത്തേണ്ടി. എടാ സംഭവം എന്റെ മുത്തച്ഛൻ പേലെ നമ്പൂരിയൊക്കെ തന്നെ. പക്ഷെ കൊതുകിനെ കൊല്ലാൻ പോലും ഞാൻ ബുക്ക് ഉറക്കില്ല. പിന്നെ ഇതെങ്ങനാ? എടാ ഈ ഹിന്ദി പദ്യം എന്ന് പറഞ്ഞാൽ ഒന്നിക്ക് കബീർദാസിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ ബംഗാളിലെ ആരെങ്കിലും ആയിരിക്കും. സംശയ ആ ആയിരിക്കും. ഈ ബംഗാളിലെ മെയിൻ പരിപാടി എന്ന് പറയുമെങ്കിൽ അവർ കേരളത്തിൽ വന്നിട്ട് 6 മാസം പണിയെടുക്കും. ബാക്കി 6 മാസം നാട്ടിൽ ഒരു പദ്യം എഴുതല്ലേ പണി. അങ്ങനെയല്ലേ ഈ ഹിന്ദി പദ്യം മൊത്തം ഉണ്ടാവുന്നു. ഉള്ളത് തന്നെ ഇതല്ലോ. ഇയാൾ കുറേ സമയം തപ്പുന്നു, ഇയാൾ തുടങ്ങുന്നില്ല. പണ്ട് സുഖമായി ഇന്ത്യക്ക് വരെ പോവാത്ത നമ്മളെ എന്താല്ലേ. भगवान अभी फंस गया, अभी क्या करूं? सुजा और पाठ पाठ, क्योंकि हमारा हिंदी भाषा का जो जान होते हैं ना वो गीत में होते हैं, संगीत में होते हैं. അത് നമ്മളെ ഹിന്ദി ഭാഷൻ്റെ ഇതില്ലേ മറ്റേ മജ, അത് നമ്മളെ സംഗീതത്തിലാണില്ലത്. പേലെ സുജാക്കി ഗാനം. എടാ ഏത് പാട്ടായിരിക്കും പാടാൻ പോകുന്നു? എടാ ഞാൻ പറഞ്ഞത് മറ്റേ ആയിരിക്കടാ. ഏത്? ये रातें ये मौसम नदी का किनारा ये चंचल हवा. ये रातें ये मौसम नदी का किनारा ये चंचल हवा. कहाँ दो दिलों ने कि मिलकर कभी हम न होंगे जुदा. ये रातें ये मौसम नदी का किनारा ये चंचल हवा. ये क्या बात है आज की चांदनी में. ये क्या बात है आज की चांदनी में कि हम खो गए प्यार की
ഓളെ കാണുമ്പോ എപ്പം ഇവന്റെ കൈയും പറക്കും കാലും പറക്കും ഒരുമാതിരി ഇൻവേർട്ടറിനെ പോലെ. എടാ ഇൻവേർട്ടർ അല്ലടാ പൊട്ട ഇൻട്രോവേർട്ട്. ഓ അതങ്ങനെയാ? ആ അല്ലടാ പറഞ്ഞോട്. എന്തായാലും പറക്കൂലേ? എടാ നിങ്ങൾക്ക് എന്നെ പ്രശ്നം എന്താണെന്നറിയാം? എന്നാ എടാ അതല്ലേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എന്നാ എന്റെ പ്രശ്നം? ആ ബെസ്റ്റ്. എടാ നീ അവളെ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട് അല്ലേ? അതല്ല അന്നേരം ഫോണിൽ കൊണ്ടാ ഫോൺ എന്തിനാ ആവശ്യമുണ്ട്. ഇന്ന് അവളെ ഹാപ്പി ബർത്ത്ഡേ, നമുക്കൊരു മെസ്സേജ് അയക്കാം. ആ അത് കൊള്ളാം. ഒരു കാര്യം ചെയ്യും, ഒരു ഓഡിയോ മെസ്സേജ് ആയിക്കോട്ടെ. അങ്ങനെയെങ്കിലും യൂളി ഒരു ഊമയിലെ അവൾ അറിയാം. ഊളേന്റെ അച്ഛൻ കഴിഞ്ഞ. ആ അല്ല അല്ല വേണ്ട, നീ എന്നെ വായിച്ചോ. ആ വായിക്കും എന്നാ കേട്ടോ. ആ I believe in love. I see you. I love your song. I totally love your മുല്ലപ്പൂ. I love your eyes. I want my kids to have. But no words will be friend. So this is my heart saying, I love you. See you in Hindi tuition. ഇത് ഓർത്തറ ഹാപ്പി ബർത്ത്ഡേ. എടാ എടാ ഹാപ്പി ബർത്ത്ഡേ ഇല്ലാതാണ് ഇപ്പൊ നിന്റെ പ്രശ്നം. അത് പിന്നെ പ്രശ്നമല്ലേ? ഒലക്ക ഇത് കണ്ടിട്ട് ഓൾ ഇവന്റെ അടുത്തെങ്കിലും വരുമല്ല. മിനിമം ഓളെ അച്ഛനങ്ങ് വരും. അച്ഛനാ സുബ്രു നീ ഫോൺ. എടാ സുബ്രു എടാ കളിക്കല്ലേ സുബ്രു ഫോൺ. ഇങ്ങോട്ട് ആയിട്ട് ടൈപ്പ് ആക്കാൻ പറഞ്ഞു സുബ്രു. എടാ ഫോൺ പോടാ പട്ടി. നിശാന്ത് പോലടാ. മഞ്ജു അഞ്ജു നിശാന്ത്. इंतहा हो गई इंतजार की, हाय ना कुछ खबर मेरे यार की, ये हमें ये यकीन बेवफा वो नहीं, फिर वजह क्या हुई इंतजार की, इंतजार की. എടാ എന്നാ നിങ്ങളുടെ പ്രശ്നം? കുറെ ദിവസം ആയാലും ഇത്. ഞാൻ നടവേണ്ടേ? പിന്നെ നീ എന്നാ എന്തോ പോയ അണ്ണാലെ പോലെ ഇങ്ങനെ ഇരിക്കുന്നു. ആടാ അത് പിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവന് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ആർക്കാലും കുറച്ച് വിഷമമുണ്ടാവും. എടാ ഓളങ്ങനെ പറയുന്നു ഞാൻ വിചാരിച്ചിട്ടില്ലടാ. നീ പോക്കല്ലേ? ഞാനോക്കെ നീ പോക്കല്ലേ? അനക്കുന്നു. പിന്നെ ആർക്കാ പ്രശ്നം? എന്നാലും ഓൾ നോ പറയുന്ന കാരണം അതിന്റെ ലെറ്റർ തന്നെ വേറെന്ത്? വെറുതെ എന്റെ ലെറ്ററും പറയണ്ട. ഓൻ പറഞ്ഞ ചില കാര്യമുണ്ട്. എന്ത് കാര്യം? ലെറ്റർ പ്രശ്നമാണ്. എന്ത് പ്രശ്നം? അങ്ങനെ അവളോട് നേരിട്ട് പോയി പറയട്ടെ ഇഷ്ടാന്ന്. ഞാൻ പറയും എനക്കാരും വീടൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ അത് കാണാൻ നിങ്ങൾക്ക് രണ്ടാക്കും വരാം. നിങ്ങൾക്ക് രണ്ടാക്കും മാത്രം. അയ്യ നമ്മളും വരുന്നുണ്ട് തീരെ കാമുക. വില അതിലേക്ക് പറഞ്ഞിട്ട് ഓടാനായിരിക്കും. ഞാൻ ഓടണ്ട, ബസ് ഓടിക്കോളും. ബസ്സാ? ആ എടാ ഇത് പ്ലാൻ ചെയ്ത് വേറെയാണ്. ആ ഓപ്പറേഷൻ സുജ. രമ്യനെ ഞാൻ എങ്ങനെയെങ്കിലും സോപ്പിട്ടിട്ട് ഒരു 4:30 വരെ ഡിലേ ആക്കിപ്പിക്കും. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ അവർ 3 മാത്രം. ചിലപ്പോൾ ബസ് കയറാൻ വന്ന ഒരു അച്ചാച്ചനോ അമ്മാമ്മയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവുമായിരിക്കും. ബസ് വരുന്ന കണ്ട ആ ടൈം ഞാൻ പോയിട്ട് കണ്ണു മൂട്ടിയിട്ട് ഇഷ്ടമാണെന്ന് പറയും. എൻ്റെ ബോധം പോകുന്നതിന് മുമ്പ് അവർ ബസ് കയറിപ്പോവും. റിപ്ലൈ പിന്നെ അടുത്ത ദിവസം മേടിച്ചാൽ മതിയല്ലോ. എങ്ങനെയുണ്ട് പ്ലാൻ? സംഭവം കൊള്ളാം. നടക്കൂ? ഞാൻ നടത്തും. ഇവനോ എത്തും. അനക്ക് വന്നില്ല ഇവനെ കൊണ്ടല്ലേ ഈ പരിപാടി നടക്കും. എടാ ഇപ്പാന്ന് ബസ് സ്റ്റോപ്പിൽ 3 നമ്മളൊരു ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. ഒന്ന് പോയി പറഞ്ഞാട്ടെ നിശാന്തേ. അടി ഇപ്പൊ തന്നെ പോയി പറയണം. പറയാണ്ട് എടാ ബസ് വേണടാ പോകുന്നുണ്ട്. ഇപ്പം പോയി പറഞ്ഞു നിശാന്ത്. സുജയ് എനിക്കെൻ്റെ അടുത്ത് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. ഇനിയും പറഞ്ഞിട്ടില്ലേ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഞാനിത് കുറേ ഞാൻ എൻ്റെ അടുത്ത് പറയണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ നിന്നെ കാണുമ്പോൾ എൻ്റെ കൈയും കാലം പറഞ്ഞു. സുജയ് എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ്. സുജയുടെ ചിരി ഇഷ്ടമാണ്, കണ്ണിഷ്ടമാണ്, അങ്ങനെ എല്ലാം ഇഷ്ടമാണ്. ഇപ്പോൾ ബസ് വരാനായില്ല. അപ്പോൾ നല്ലോണം ആലോചിച്ചിട്ട് നാളെ റിപ്ലൈ പറഞ്ഞാൽ മതി. അയ്യോ ബസ് എടാ നിർത്തടാ നിർത്തടാ ബസ് നിർത്തടാ. എടാ ഇത്രയും ആൾ നിൽക്കുന്ന നിർത്തടാ ബസ് നിർത്തടാ. എടാ നിർത്തടാ, എന്നെ ഒന്ന് കൊണ്ടുപോടാ. നിശാന്തേട്ടാ വെള്ളം കുറച്ച് വെള്ളം.
ഇപ്പൊ ഓക്കെ ആയോ? ഇപ്പൊ കുഴപ്പമില്ല. എങ്ങനെ വന്നേ? ദാവരപ്പുറം ദാവിട. സൈക്കിള് കൊണ്ടുവന്നിനാ? സൈക്കിള് ഒന്ന് വീട്ടിൽ കൊണ്ടാക്കുവോ? എന്തായി? നിങ്ങൾ നടന്നിട്ട് വന്നു. സൈക്കിളൊന്നും വേണം. ഓളെ വീട്ടിൽ കൊണ്ടാക്കണം പോലും. ഓളെ കാമുകനാകാൻ പോയ നീ ഓളെ ഡ്രൈവറാണോ? ഷർട്ട് വിളിക്കലടാ. ഇതല്ല പിന്നെ അപ്പൊ നിങ്ങളോ? സെറ്റായ നിഷേ, അമ്മമ്മേനി ഇപ്പൊ അമ്പലത്തിലേക്കൊന്നും കാണുന്നില്ല, വരത്തില്ല. ഷുഗർ കൂടി. ഏട്ടൻ തരുന്ന പായസം മൊത്തം അമ്മമ്മയെ ഓ കഴിക്കല്. അതിയാ പാവം. എല്ലാ ഇവരുണ്ടല്ലോ സെറ്റായാ? അതിനെ ഞാനും വലിക്കുന്നത് കണ്ടടാ. പവർ വലിക്കാം അവരൊറ്റ സാധനം കൂടെ ഇത്ര ലേറ്റ് ആയി പോടാ. നിഷേ എല്ലാം നടക്കും, നമുക്കൊപ്പരം പോവാ. എനക്കൊരു കാര്യം ചോദിക്കാണ്ടായി. എന്നാ സുബ്രനോട് കുറച്ച് മാറിയിരുന്നു കേട്ടാ. പിന്നെ നമ്മള് കല്യാണം കഴിക്കൂലേ? പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇനി എന്നാ? അന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഐ ലവ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ടായില്ലേ? അത് ഞാനല്ല, ആ തെണ്ടി സുബ്രു ആണ്. ഇൻസ്റ്റഗ്രാമിലാ? ആ പോടാ പട്ടീന്നെല്ലാം പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിട്ടില്ലേ? അത്രക്കൊന്നും വേണ്ടേനി. അതിനെനിക്ക് ഇൻസ്റ്റാഗ്രാമില്ലല്ലേട്ടാ. ഓ ഇല്ലേ? ഇല്ലേ? അപ്പൊ പിന്നെ അതാരാ സുജ ഏഞ്ചൽ? ഇങ്ങനെ കണ്ട പെമ്പിള്ളേർക്ക് മെസ്സേജ് നടന്നു. അതാരാ? ഈ സുജേനെ വളർക്കാൻ മാത്രം വളർന്നോടാ നീ. നിന്നെ കൊണ്ടൊന്നും കൂട്ടി കൂടൂല മോനെ. സംശയം ഉണ്ടെങ്കിൽ നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഒരുത്തനും കൂടെ വഴിതെറ്റിച്ചപ്പോ എന്ത് സുഖം. അതിന് നീ ഏതാടാ നായേ? നിനക്കെന്തെങ്കിലും കഴിവുണ്ടാടാ? നിന്നെ നാലാൾ അറിയോ? പോ ചെറ്റേ, ഒന്ന് പോടാ. ഇത് വലിയ ശല്യായല്ല. ഒന്നും കൂടെ വന്നല്ല. ഇയാളാ നോക്കിയാർ ഒരു മാഷനുള്ളത്. ജാവോ ജാൻവർ ഓടെ പറ്റി സുജേന നടക്കണം. സുജ എനക്കുള്ളത്. സുജ